അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൌത്യം ഇന്ന് ആരംഭിക്കും. ആനയെ നിരീക്ഷിച്ച ശേഷം ചികിത്സ ആരംഭിക്കാനാണ് ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘത്തിന്റെ തീരുമാനം. ആനയെ പിടികൂടി കഴിഞ്ഞാൽ ചികിത്സിക്കേണ്ട കോടനാട് അഭയാരണ്യത്തിൽ പ്രത്യേക ആനക്കൊട്ടിലും സജ്ജീകരിക്കും. ഡാനി പോൾ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി. ഡാനി, ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകിയെങ്കിലും അത് വേണ്ടത്ര ഫലിച്ചില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി ഈ ആനയെ കോടനാട്ടേക്ക് കൊണ്ടുവരികയും അവിടെ വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ വേണം. അതിനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് വനം വകുപ്പ് ഇപ്പോൾ നടത്തുന്നത്? ശ്രീജ, ഇത് നേരത്തെ ഈ ആനയ്ക്ക് ചികിത്സ നൽകുമ്പോൾ തന്നെയും അതിലൊരു സംശയം ഉയർന്നിരുന്നു ഡോക്ടർമാർക്ക്. കാരണം ഡോക്ടർ അരുൺ സഖറി തന്നെ ഇത് പറയുകയും ചെയ്തു. കാരണം ആനയ്ക്കുണ്ടായ മസ്തകത്തിലുണ്ടായ മുറിവ് അത് ആഴമേറിയതാണ്. ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ സംഭവിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ അത് തന്നെയായിരുന്നു. അത് ആഴമേറിയതാണ്. അത് പുഴുവരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു അത്. അന്ന് മരുന്ന് നൽകി ചികിത്സ നൽകി ആനയെ കാട്ടിലേക്ക് തന്നെ തിരിച്ച് കയറ്റുമ്പോഴും ഈ ഒരു സംശയം നിലനിന്നിരുന്നു. കാരണം എത്രത്തോളം അത് പ്രായോഗികമാകും, മുറിവ് ഉണങ്ങുമെന്നതെല്ലാം തന്നെ അതുണ്ടായിരുന്നു. ആ ഒരു സംശയം ശരിവെക്കുന്ന രീതിയിലാണ് പിന്നീട് വന്നത്. ഇപ്പോൾ ആനയ്ക്ക് ആ മുറിവ് വീണ്ടും അത് വലുതായിട്ടുണ്ട്. അതിൽ അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിൽ ആദിവാസികൾ അത് പലപ്പോഴും ഇവർ പറഞ്ഞിരിക്കുന്നത് അത് ഒരു അഴുകിയ ഗന്ധം ഈ ആനയെ വരുമ്പോൾ തന്നെ അത് അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് സമീപവാസികൾ ആ പരിസരത്തൂടെ കടന്നു പോകുമ്പോൾ, ഈ ആന കടന്നു പോകുമ്പോഴെല്ലാം തന്നെ അവരത് പറയുന്നതായിട്ട് ഇവരെ അറിയിച്ചിട്ടുണ്ട്. വെറ്റിനറി വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്. വനം വകുപ്പിൻ്റെയും വെറ്റിനറി ഡോക്ടർമാരെയും ഒരു സംഘം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് അക്രമാസക്തനാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അതിന് അടുത്ത് പ്രഭാത സവാരിക്ക് ആ ഭാഗത്ത് ഇറങ്ങിയ ആളുകൾ ഈ ആനയുടെ ഒരു സാമീപ്യം അറിഞ്ഞിട്ടുണ്ട്. അത് റോഡിലേക്ക് കടന്നു വരുന്ന രീതിയിലേക്കെല്ലാം തന്നെ പെരുമാറുന്നു. അപ്പോൾ ഇതൊരു ആക്രമണ സ്വഭാവം കാണിക്കുന്നു എന്നത് ഒരു ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് ആവുന്നതിന് മുൻപ് തന്നെ ചികിത്സ നൽകാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്നു മുതൽ ആ ദൗത്യത്തിന് തുടക്കമാവുകയാണ്. അത് ഇപ്പോഴുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ആനയെ അത് മയക്കുവെടി വെക്കുവാനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നോക്കുന്നത്. ഒപ്പം അവിടെ നിന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെ അടക്കം ഇവിടേക്ക് കൊണ്ടുവരിക, കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുവരിക, ചികിത്സ നൽകുക എന്നതാണ്. അവിടെ നേരത്തെ 2 വർഷം മുമ്പ് അരിക്കൊമ്പനെ കൊണ്ടുവന്നാൽ അരിക്കൊമ്പനെ അവിടെ പിടികൂടുമ്പോൾ അവിടേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. ആ രീതിയിൽ അവിടെ ഒരു ആനക്കൊട്ടിൽ ഒരു സജ്ജീകരണമെല്ലാം തന്നെ നടത്തിയിരുന്നു. അന്ന് മൂന്നാറിൽ നിന്ന് വലിയ രീതിയിലുള്ള യുക്കാലി മരങ്ങൾ ഇതെല്ലാം തന്നെ എത്തിച്ചായിരുന്നു അത്തരം ഒരു സംവിധാനം ഒരുക്കിയിരുന്നത്. അത് ഇപ്പോഴും അതിൻ്റെ ഉറപ്പെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് പരിശോധിച്ചിരുന്നു. അതിപ്പോഴും അത് നല്ല രീതിയിൽ തന്നെയാണ്, അത് നല്ല ഉറപ്പുള്ള രീതിയിൽ തന്നെയാണെന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പുതുതായ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കേണ്ടതില്ല, ഇതിലേക്ക് തന്നെ മാറ്റാവുന്നതാണ് എന്ന് അവർ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാതെ തന്നെ അവിടേക്ക് എത്തിക്കുവാനായിട്ടെല്ലാം തന്നെ സാധിക്കും. എന്തായാലും ഒരു ദിവസത്തെ ഒരു നിരീക്ഷണം നടത്തും. അതിനുശേഷം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി, കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ ആനയെ മയക്ക് വെടിവെക്കുന്ന കാര്യത്തിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുക. ഏതായാലും ഇന്നു മുതൽ ആ ഒരു ദൗത്യത്തിന് തുടക്കമാകുന്നുണ്ട്. കാര്യങ്ങൾ സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷമായിരിക്കും. കാരണം കഴിഞ്ഞ തവണ 2 ദിവസം എടുത്തു എന്നതാണ് ഇത് ആനയെ നിരീക്ഷിക്കുന്നത്. കാരണം മറ്റ് ആനകൾക്കൊപ്പമാകുമ്പോൾ ഇതിനെ മാറ്റിയതിന് ശേഷം മാത്രമാണ്, ഒറ്റപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ആനയെ മയക്ക് വെടിവെക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഇത് കൂട്ടത്തോടെ നടക്കുന്നതായതുകൊണ്ട് തന്നെ ഈ ആനയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ മാത്രമാണ് അതിനെ മയക്ക് വെടിവെക്കാനും പിന്നീട് ഇവർക്ക് പറ്റുന്ന രീതിയിലേക്ക് അവിടെ നിന്ന് മാറ്റുവാനും അഭയാരണ്യത്തിലേക്ക് എത്തിക്കുവാനും എല്ലാം തന്നെ സാധിക്കും. അതുകൊണ്ട് ഒരു ദിവസത്തെ തുടർച്ചയായ നിരീക്ഷണം വേണ്ടി വരുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സാഹചര്യങ്ങൾ അനുകൂലമാവുന്നതിനനുസരിച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പ്രാവർത്തികമാക്കാനാണ് ഈ ദൗത്യ സംഘം ശ്രമിക്കുന്നത്. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നു മുതൽ ആതിരപ്പള്ളി മേഖലയിൽ തന്നെയുണ്ട്. DFO അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരമാവധി വേഗത്തിൽ തന്നെ ഈ ആനയെ പിടികൂടുക, അതിന് ചികിത്സ ഉറപ്പാക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ ഈ ആതിരപ്പള്ളി മേഖലയിൽ കാട്ടാനകളുടെ ഒരു ശല്യം അടുത്തിടെ കൂടി വരുന്നുണ്ട്. അതിനു മുൻപ് ഈ ആനയെ പിടികൂടുക. കാരണം ഇതിൻ്റെ ഒരു മുറിവ് അത് വലിയ രീതിയിലേക്ക് മാറുന്നത് അനുസരിച്ചുകൊണ്ട് തന്നെ ഇത് ആക്രമാസക്തനാവുകയാണ്.
അവശനിലയിലേക്ക് ആന മാറുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം വെറ്റിലപ്പാറ ഭാഗത്ത് അതിനെ നിരീക്ഷിച്ചപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ ഉള്ളത്. അപ്പോൾ അത്തരം വലിയ സങ്കീർണതകളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മയക്കുവെടി വെച്ച് അതിനെ പിടികൂടുക, ഒപ്പം തന്നെ ചികിത്സ ലഭ്യമാക്കുക എന്ന രീതിയാണ് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പിള്ളിയിൽ പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള 2ാം ഘട്ട ദൗത്യമാണ് ഇന്ന് തുടങ്ങുന്നത്.